ഉത്തരാഖണ്ഡിൽ വീണ്ടും ഒരു മേഘവിസ്ഫോടനം ദുരന്തം വിതച്ചിരിക്കുന്നു. ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഉത്തരകാശിയിൽ നിന്ന് പുറത്തു വരുന്നത്. കുത്തിയൊലിച്ചെത്തിയ വെള്ളം ധരാലി ഗ്രാമത്തെ ഒന്നാകെ വിഴുങ്ങി. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ഉത്തരാഖണ്ഡിലാകെ വലിയ നാശനഷ്ടങ്ങളും വിതച്ചു. രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ സൈനികരെ പോലും കാണാതായെന്ന പേടിപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉത്തരകാശിയിൽ തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യം കരുതേണ്ടത് എന്തെല്ലാമാണ്? ആദ്യം RDX റാവ്. ഇന്നുച്ചയ്ക്ക് 1:45 ശക്തമായ മേഘവിസ്ഫോടനം ഖീർ ഗംഗാ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് ദുരന്തം വിതച്ചത്. നിരവധി പേരെ കാണാതായതിനാൽ ജീവനും സ്വത്തിനുമുണ്ടായ നാശനഷ്ടങ്ങൾ പൂർണ്ണമായും വിലയിരുത്താനായിട്ടില്ല. കുന്നിൻ മുകളിൽ നിന്ന് പൊടുന്നനെ അതിശക്തമായ ജലപ്രവാഹമുണ്ടായി. കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഒഴുകിപ്പോകുന്ന പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഗംഗോത്രിയിലേക്ക് പോകുന്ന വഴിയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ധരാലി. വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെ ധാരാളം ഹോം സ്റ്റേകളും ഹോട്ടലുകളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഒലിച്ചുപോയി. ഹർഷലിലെ ഇന്ത്യൻ കരസേനയുടെ ക്യാമ്പിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം അകലെയാണ് അപകടമുണ്ടായ ഗ്രാമം. സൈന്യത്തിന്റെ 150 പേരടങ്ങുന്ന സംഘം രക്ഷാപ്രവർത്തനത്തിനായി ഉടൻ തന്നെ സ്ഥലത്തെത്തിച്ചേർന്നു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. പൂർണ്ണതോതിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. RDX റാവ് ന്യൂസ് മലയാളം. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഉത്തരകാശിയിലെ ധരാലി ഗ്രാമമാണ് ഒലിച്ചുപോയത്. ഇതുവരെ 4 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 50-ലധികം പേരെ കാണാനില്ല. ഹർസലിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ താമസിക്കുന്ന മേഖല കൂടിയാണ് ധരാലി. നേരത്തെ പറഞ്ഞു 20 ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒലിച്ചുപോയതായാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഗംഗോത്രി ധാമിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങളെല്ലാം താറുമാറായിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട്. ധരാലിക്ക് പിന്നാലെ സുഖിയിലും മേഘവിസ്ഫോടനം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. സുഖിയിൽ നിന്ന് ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉത്തരകാശി യമുനോത്രി ദേശീയപാതയ്ക്ക് സമീപം ജൂൺ 29 മേഘവിസ്ഫോടനമുണ്ടായി. 2024 ഓഗസ്റ്റിൽ രുദ്രപ്രയാഗിലെ കേദാർനാഥ് താഴ്വരയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് പ്രളയമുണ്ടായി. 2024 ഓഗസ്റ്റിൽ ഗൻസാലി മേഖലയിൽ മേഘവിസ്ഫോടനം തീർത്ഥാടകരെയടക്കം കുഴപ്പത്തിലാക്കി. അവരവിടെ കുടുങ്ങുന്ന സ്ഥിതിയുണ്ടായി. 2022 പലതവണ മേഘവിസ്ഫോടനമുണ്ടായി. ജീവാപായവും നാശനഷ്ടങ്ങളുമൊക്കെ ആ ഘട്ടത്തിലും റിപ്പോർട്ട് ചെയ്തതാണ്. ഉത്തരകാശി സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഗഡ്വാൾ മേഖലയിലാണ്. ഭൂമിശാസ്ത്രപരമായി ദുർബലമായ ഹിമാലയൻ മേഖലയാണ് ഗഡ്വാൾ. ഇന്ത്യൻ യൂറോപ്യൻ ഭാഗങ്ങൾ കൂട്ടിമുട്ടുന്നതിനാൽ ഈ ഭൂകമ്പ സാധ്യതാ പ്രദേശമാണ് ഇത്. പാറകൾക്ക് ഉറപ്പ് കുറവായതിനാൽ മലയിടിച്ചിലിനും മണ്ണിടിച്ചിലിനും ഇവിടെ സാധ്യത കൂടുതലാണ്. മൺസൂണിൽ ഗഡ്വാൾ മേഖലയിൽ ശക്തമായ മഴ ലഭിക്കുന്നത് ഉരുൾപൊട്ടലിന് കാരണമാകുന്നുമുണ്ട്. തീർത്ഥാടന ടൂറിസം കേന്ദ്രമായതിനാൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടുതലാണ്. ഇപ്പോൾ സനീഷ്, ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ഇതിനേക്കാളൊക്കെ വലിയ ദുരന്തമാണ്. ഇപ്പോൾ ഈ ദുരന്തം പകൽ വെളിച്ചത്തിലായതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ തീവ്രതയും ഭീകരതയും. ഇതിനേക്കാൾ വലുതാണ് വയനാട്ടിൽ കഴിഞ്ഞ തവണ ഉണ്ടായത്. അപ്പോൾ എങ്കിലും ഇതിൻ്റെ ഇത് എവിടെ സംഭവിച്ചാലും, രാജ്യത്ത് എവിടെ സംഭവിച്ചാലും, ലോകത്ത് എവിടെ സംഭവിച്ചാലും മനുഷ്യനാണല്ലോ ഇതിൽ പെട്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രദേശത്ത് ഈ മേഘവിസ്ഫോടനവും ഇതുപോലെ ഉരുൾപൊട്ടലുകളും തുടർച്ചയായി സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, വളരെ ഹിമാലയം എന്ന് പറയുന്നത് താരതമ്യേന പുതിയ ഒരു പർവ്വത പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ ഈ ദുർബലമായ മലനിരകളാണ്. എപ്പോൾ വേണമെങ്കിലും ഇത്തരം ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടാകും. തുടർച്ചയായ മേഘസ്ഫോടനങ്ങളും ഒക്കെ ഇപ്പോൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സാഹചര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടാവാം. ഇതിനെയൊക്കെ പക്ഷേ ഏത് തരത്തിൽ ഇത്തരം സാഹചര്യങ്ങളെ ചെറുക്കും എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ നിലയ്ക്ക് തന്നെ പഠിച്ചു തുടങ്ങേണ്ടതുണ്ടല്ലേ? നിശ്ചയമായിട്ടും അതാണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഇതിപ്പോൾ ഇത്തരം സംഭവങ്ങൾ എവിടെ ഉണ്ടായാലും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് വയനാട്ടിലെ സംഭവമാണല്ലോ. പെട്ടെന്ന് നമ്മൾ പേടിക്കും. പെട്ടെന്ന് ഇതിൻ്റെ വിഷ്വൽ ആദ്യം വരുമ്പോൾ ഒലിച്ചിങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഓർമ്മയിലെത്തുന്ന നിശ്ചയമായിട്ടും മുണ്ടക്കൈ ദുരന്തമാണ്. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ നമ്മളെങ്ങനെയാണ് ഇതിനെ മറികടക്കുക, ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ആവർത്തിക്കുക. എൻ്റെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഞാൻ ആശ്വസിക്കുന്നത്, ഇത് ഹോം സ്റ്റേകളൊക്കെയാണല്ലോ. അവിടെ പ്രശ്നം നേരത്തെ ഉള്ളതുകൊണ്ട് ആളുകളൊക്കെ പരമാവധി മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് വലിയ കാഷ്വാലിറ്റി ഇതേക്കാൾ ഉണ്ടാകില്ല എന്നൊരു ആശ്വാസം വേണമെങ്കിൽ എടുത്തു വെക്കാം. ഇതിൻ്റെ വാർത്തകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ ഭരണ നേതൃത്വം എത്രമാത്രം ശ്രദ്ധ കൊടുക്കണം ഇത്തരം കാര്യങ്ങൾക്ക് എന്നതിൽ ഉദാഹരണം കിട്ടുന്ന ഒരു കാര്യം കൂടി കിട്ടിയതെന്ന് വെച്ചാൽ, ഈ യു പിയിൽ ഇതുപോലൊരു വലിയ യമുനാ തീരത്തൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു UP മന്ത്രി അങ്ങോട്ട് പോയതിനെക്കുറിച്ചുള്ള വാർത്ത ഇന്ന് എല്ലായിടത്തും വലിയ കാര്യമായിട്ട് വന്നിരിക്കുക. അപ്പോൾ മൂപ്പര് പറഞ്ഞിരിക്കുകയാണ്, അത്രേ മരിച്ച് കുടുംബം ഒലിച്ചുപോയി വലിയ പ്രശ്നമായിരിക്കുന്ന മനുഷ്യരോട് എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, UP മന്ത്രി സഞ്ജയ് കുമാർ നിഷാദ് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഗംഗാ മാതാവ് നമ്മുടെ കാല് കഴുകാൻ വരുന്നതാണ്, ഈ മരിച്ചവർ സ്വർഗത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു. വളരെ ഇൻസെൻസിറ്റീവായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ അവിടെ ആളുകളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ നാട്ടുകാർ പറയാണ്, ഇത് ഗംഗയല്ല യമുനയുടെ തീരത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് പോലും ഈ മന്ത്രിക്ക്
ഓർത്തിട്ടല്ല പറയുന്നത്. അത്രമാത്രം ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഈ കാര്യം പറയുന്നത് എന്നപ്പോൾ ഇത്തരം ഇതിനെ മറികടക്കുക എന്നുള്ള പ്രകൃതിക്ഷോഭങ്ങളെ മറികടക്കുക എന്നതിൽ ഒരു പരിധിയോളം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങളുണ്ടായാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്, ഭരണാധികാരികളും രാഷ്ട്രീയ പ്രവർത്തകരും. അത് എത്രത്തെ മേൽ ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിട്ട് കൂടിയാണ് ഞാനിതിനെ കണ്ടത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് തന്നെ അപകടകരമായ മേഖലയാണ് ഹിമാലയൻ സംസ്ഥാനങ്ങൾ. ഭൂമിയിലെ ഏറ്റവും ചെറുപ്പമായ പർവ്വത നിരകളിലൊന്നായാണ് അതിനെ കണക്കാക്കുന്നത്. ടെക്ടോണിക് പ്രക്രിയ നിരന്തരം നടക്കുന്ന, അതായത് ഈ ഭൂഗർഭ പ്ലേറ്റുകൾ പരസ്പരം ഉരസി ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന പർവ്വത പ്രദേശമാണത്. അവിടെ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണം അതുതന്നെയാണ്. അതേ വേളയിൽ തന്നെ ഭൂമിയിലെ സ്വർഗമായ സഞ്ചാരപഥവും ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ദേശവുമാണ്. ജനിച്ചു വളർന്ന പ്രദേശം വിട്ടുപോവുക എന്നത് ഒരു മനുഷ്യനും അത്ര എളുപ്പമല്ല. കാലങ്ങളായി നാം തുടരുന്നത് പോലെ കനത്ത മഴ തുടരുന്ന മൺസൂൺ കാലത്ത് പ്രളയ ഉരുൾപൊട്ടൽ സാധ്യതകളെല്ലാം മുൻകൂട്ടി കണ്ട് ആളുകളെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കുക, സഞ്ചാരികളെ തടയുക എന്നതെല്ലാം മാത്രമാണ് തൽക്കാലം പോംവഴി. കൂടുതൽ സുസജ്ജമായ സാങ്കേതിക വിദ്യയും കാലാവസ്ഥാ നിർണയ സംവിധാനങ്ങളും കൊണ്ടുവരാൻ, ഇതിനൊക്കെ ചെറുക്കാൻ സജ്ജമാകാൻ രാജ്യത്തിനാവട്ടെ.